26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. തമിഴ്നാട്ടിലെ സർക്കാർ ഉടമസ്ഥയിലുള്ള ടാസ്മാക് മദ്യവിൽപ്പനശാലകളിലെ ജീവനക്കാർക്ക് 25% ശമ്പള വർധനവാണ് തമിഴ്നാട് സർക്കാർ, വിജയ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനൊരു കാരണം കൂടിയുണ്ട്. തമിഴ്നാട്ടിലെ ടാസ്മാക്കുകളിൽ നടക്കുന്ന അഴിമതിയും കൊള്ളയും ഒക്കെ തന്നെ അവസാനിപ്പിക്കുക, ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിന് അറുതി വരുത്തുക എന്നുള്ള ലക്ഷ്യങ്ങൾ തന്നെയാണ് ഇതിന് മുന്നിലുള്ളത്. 20 വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് ഇത്തരമൊരു വർധനവ് തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കൃത്യമായ ശമ്പള കണക്കുകൾ പുറത്തു വരികയാണ്. സൂപ്പർവൈസർമാരുടെ മാസശമ്പളം 17,850 രൂപയിൽ നിന്നും 22,313 രൂപയായി, സെയിൽസ്മാൻമാരുടെ ശമ്പളം 15,530 രൂപയിൽ നിന്നും 19,413 രൂപയായും ഉയരും. പറഞ്ഞു വരുമ്പോൾ ഏകദേശം 5,000 രൂപയോളം വർധനവുണ്ടായിട്ടുണ്ട്. അതായത് ടാസ്മാക്കുകളിൽ നിന്നും സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്ത് 5-10 രൂപയായി കൂടുതൽ, വിലയേക്കാൾ കൂടുതൽ പണം ഈടാക്കുന്നതായിട്ടുള്ള പരാതി വ്യാപകമായിരുന്നു. ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. വേണ്ട വിധത്തിൽ ശമ്പളം നൽകി കഴിഞ്ഞാൽ, അവരെ പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ കൊള്ള ഇവിടെ അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് വിജയ് സർക്കാർ കരുതുന്നത്. ഇതുകൂടാതെ ESI ആനുകൂല്യങ്ങളും ആദ്യമായി ടാസ്മാക് ജീവനക്കാർക്ക് ലഭ്യമാക്കുമെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഔദ്യോഗികമായി വിൽപ്പന വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കുന്ന ഒരു നടപ്പുവശം ഇപ്പോൾ തമിഴ്നാട്ടിലുണ്ട്. അതുകൂടാതെ തന്നെ ഇതിനിടയിലുള്ള അഴിമതി തടയുക എന്ന ലക്ഷ്യവും ഈ കൂട്ടത്തിലുണ്ട്. മദ്യക്കുപ്പികൾക്ക് 10 രൂപ വരെയാണ് അധികമായി ഈടാക്കുന്നതായിട്ടുള്ള പരാതി വ്യാപകമായി ഉയർന്നു കേൾക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ജോസഫ് വിജയ് നേരത്തെ തന്നെ ഉത്തരവിട്ടതനുസരിച്ച് ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയ്ക്ക് 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിച്ചിരുന്ന 717 ടാസ്മാക്കുകളാണ് അടച്ചുപൂട്ടിയത്. ഇതിന് പിറകെയാണ് ഇത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. നടൻ കമൽഹാസൻ ഉൾപ്പെടെയുള്ളവർ ഈ നടപടിയെ സ്വാഗതം ചെയ്തിരുന്നു. എന്നാൽ ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. തമിഴ്നാടിന്റെ ഖജനാവിലേക്ക് ടാസ്മാക് പ്രതിവർഷം സംഭാവന ചെയ്യുന്നത് ഏകദേശം 40,000 കോടി രൂപയാണ്. 28,000-ഓളം ജീവനക്കാരുള്ള 5,300-ലധികം ഔട്ട്ലെറ്റുകളുള്ള ഈ ഒരു വലിയ വരുമാന സ്രോതസ്, അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം വിലയിരുത്തുന്നത്. സാമ്പത്തികമായി വലിയ ആഘാതം ഇത് സൃഷ്ടിക്കും എന്ന് തന്നെയാണ് അവരുടെയൊക്കെ തന്നെ വിലയിരുത്തൽ. സൗജന്യ ഗാർഹിക വൈദ്യുതി, വനിതാ സുരക്ഷാ സേന, ലഹരിവിരുദ്ധ സ്ക്വാഡുകൾ എന്നിവയ്ക്ക് പിന്നാലെ എത്തുന്ന ഏറ്റവും പുതിയ ജനക്ഷേമ സമയം കൂടിയാണ്, ഒരു നയം കൂടിയായി ഇതിനെ വിലയിരുത്തുന്നുണ്ട്. കോൺഗ്രസ് MP മാണിക്യം ടാഗോറും ഈ തീരുമാനത്തെ പിന്തുണച്ച് രംഗത്ത് വന്നു. മന്ത്രി വിഘ്നേഷ് പറഞ്ഞതനുസരിച്ച് മികച്ച വേതനം ജീവനക്കാർക്കിടയിലെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കും, അഴിമതി കുറയ്ക്കും. ഈ ഫലം ജനങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെടും എന്നുള്ളത് തന്നെയാണ് ഇനി കണ്ടറിയേണ്ടത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.